ഇസ്രയേൽ ഇറാൻ അമേരിക്ക സംഘർഷം, ഇസ്രയേൽ പലസ്തീൻ സംഘർഷം, റഷ്യ ഉക്രൈൻ സംഘർഷം, അങ്ങനെ പോകുന്നു നിലവിലെ യുദ്ധ സമാന സാഹചര്യങ്ങൾ. ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളെ ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഇസ്രയേൽ ഇറാൻ അമേരിക്ക സംഘട്ടനമാണ്. ഇത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുമോ എന്ന ആശങ്കയും പ്രധാനം. കാലാകാലങ്ങളായി ഇത്തരം യുദ്ധങ്ങളിൽ ഏറ്റവും അധികം ആഘാതം സംഭവിക്കുന്നത് സാധാരണക്കാർക്കായ ജനങ്ങൾക്കാണ്. പറയാൻ പോകുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല, യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന മാരകമായ ആയുധങ്ങളെ കുറിച്ചാണ്. യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഭീതി പരത്തുന്ന ഒന്നാണ് ആയുധങ്ങൾ പല വിധമുണ്ട്. അതിൽ തീവ്രത കൂടിയതും തീവ്രത കുറഞ്ഞതും. യുദ്ധത്തിൽ എപ്പോഴും ആയുധങ്ങൾക്ക് തന്നെയാണ് മുൻതൂക്കം. ഇന്ന് ടെക്നോളജി മനുഷ്യൻ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് വികസിച്ചിരിക്കുകയാണ്. മനുഷ്യ പോരാട്ടങ്ങളിൽ നിന്ന് AI നിയന്ത്രിത ആയുധങ്ങൾ വരെ യുദ്ധക്കളത്തിൽ ഇന്ന് ഉണ്ട്. അന്താരാഷ്ട്ര ഉടമ്പടികളാൽ നിയന്ത്രിക്കുകയോ പൂർണ്ണമായി നിരോധിക്കുകയോ ചെയ്ത ആയുധങ്ങളുണ്ട്. ഇവയെക്കുറിച്ചാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. നമസ്കാരം, ഞാൻ ആരതി. 1. നാപ്പാം. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ പോലുള്ള പെട്രോ കെമിക്കലുകളുടെയും വിവിധ ജെല്ലിംഗ് ഏജന്റുകളുടെയും ഒരു മിശ്രിതമാണ് നാപ്പാം. ഇത് യഥാർത്ഥ ഇന്ധനത്തെ കൂടുതൽ കട്ടിയാക്കുകയും എളുപ്പത്തിൽ ഉപരിതലങ്ങളിൽ പറ്റിപ്പിടിപ്പിക്കുകയും കൂടുതൽ നേരം കത്തുകയും ചെയ്യുന്നു. 1942 അമേരിക്കയാണ് നാപ്പാം വികസിപ്പിച്ചെടുത്തത്. ഇത് രണ്ടാം ലോക മഹായുദ്ധം, കൊറിയൻ യുദ്ധം, ഏറ്റവും കുപ്രസിദ്ധമായ വിയറ്റ്നാം യുദ്ധം എന്നിവയിൽ അമേരിക്കൻ സൈന്യം ജ്വലന ആയുധമായി ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. ഇവ വിമാനങ്ങളിൽ നിന്നുള്ള വെടിക്കോപ്പുകൾ, ഫ്ലോ ത്രോവറുകൾ എന്നിവയുടെ രൂപത്തിൽ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കുന്നു. യുദ്ധത്തിൽ നാപ്പാം ഉപയോഗിക്കുന്നത് വ്യക്തമായി നിരോധിച്ചിട്ടില്ല എങ്കിലും കൺവെൻഷൻ ഓൺ സർട്ടൻ കൺവെൻഷണൽ വെപ്പൺസിന്റെ പ്രോട്ടോകോൾ 3 പ്രകാരം സാധാരണക്കാരുടെ ലക്ഷ്യസ്ഥാനങ്ങൾക്കും സാധാരണക്കാർക്ക് സമീപമുള്ള സൈനിക ലക്ഷ്യങ്ങൾക്കും നേരെ ഇവ ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട്. 2. രാസായുധങ്ങൾ. വിഷരാസവസ്തുക്കൾ ഉപയോഗിച്ച് മനുഷ്യരെ കൊല്ലുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്ന പ്രത്യേക വെടിക്കോപ്പുകളാണ് രാസായുധങ്ങൾ. ഇവയുടെ രാസപ്രവർത്തനത്തിലൂടെ മരണമോ പരിക്കോ ജീവിതകാലം മുഴുവൻ ബുദ്ധിമുട്ടുകളോ അസ്വസ്ഥതകളോ ഉണ്ടാക്കാൻ കഴിവുള്ള ഒന്നാണ് രാസായുധങ്ങൾ. ഇവയിൽ നോവിചോക്ക്, സാരിൻ പോലുള്ള നാഡീവ്യൂഹ ഏജന്റുകൾ, മസ്റ്റാർഡ് ഗ്യാസ് പോലുള്ള ബ്ലിസ്റ്റർ ഏജന്റുകൾ, ക്ലോറിൻ, ഫോസ്റ്റിൻ പോലുള്ള ശ്വാസം മുട്ടിക്കുന്ന ഏജന്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. 1-ാം ലോക മഹായുദ്ധത്തിലാണ് ആദ്യമായി വലിയ തോതിൽ ഈ രാസായുധങ്ങൾ ഉപയോഗിച്ചത്. ഏകദേശം 13 ലക്ഷം ആളപായമാണ് യുദ്ധത്തിലുണ്ടായത്. 1993 കെമിക്കൽ വെപ്പൺസ് കൺവെൻഷൻ പ്രകാരം ഇവയുടെ ഉൽപാദനവും ഉപയോഗവും ശേഖരണവും പിന്നീട് നിരോധിച്ചു. നിലവിലുള്ള ശേഖരങ്ങൾ നശിപ്പിക്കാനും ഇത് ഒപ്പുവെച്ച രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാസായുധങ്ങളുടെ ഏറ്റവും കുപ്രസിദ്ധമായ ഇറാഖിന്റെ ഉപയോഗം 1988 മാർച്ച് 16 നടന്ന ഹലാബ്ജ കൂട്ടക്കൊലയാണ്. അവിടെ ഇറാഖ് സേന ഹലാബ്ജ പട്ടണം മസ്റ്റാർഡ് ഗ്യാസ്, ടാബൂൺ, സാറിൻ, VX എന്നിവയിലൂടെ മിശ്രിതം ഉപയോഗിച്ച് ആക്രമിച്ചു. ഈ ആക്രമണത്തിൽ ഏകദേശം 5000 സാധാരണക്കാരെ കൊന്നൊടുക്കുകയും ആയിരക്കണക്കിന് ആളുകളെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. വൈറ്റ് ഫോസ്ഫറസ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ വൈറ്റ് ഫോസ്ഫറസ് ആയുധങ്ങളിൽ മാരക പ്രഹരശേഷിക്കായി വൈറ്റ് ഫോസ്ഫറസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് വളരെ പ്രതിപ്രവർത്തനമുള്ള ഒരു രാസവസ്തുവാണ്. ഇത് വായുവുമായി സമ്പർക്കം പുലർത്തുന്നതോടെ തീപിടിക്കുന്നു. തുണി, ഇന്ധനം, വെടിക്കോപ്പുകൾ, മറ്റ് കത്തുന്ന വസ്തുക്കൾ എന്നിവ കത്തിക്കാനും വലിയ അളവിൽ പുക ഉൽപ്പാദിപ്പിക്കാനും ഇതിന് കഴിയും. സ്മോക്ക് ഗ്രനേഡുകൾ, ട്രേസർ റൗണ്ടുകൾ, ലൈറ്റിംഗ് ഷെല്ലുകൾ എന്നിവയുടെ രൂപത്തിൽ ഇവ ആധുനിക യുദ്ധങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു. എന്നാൽ ജ്വലന ആയുധങ്ങളായി ഇവയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും. പുകമറ സൃഷ്ടിക്കാനും പ്രകാശം നൽകാനും ഇവയുടെ ഉപയോഗം നിയമപരമാണ്. എന്നിരുന്നാലും 1980 അംഗീകരിച്ച കൺവെൻഷൻ ഓൺ സർട്ടൻ കൺവെൻഷണൽ വെപ്പൺസിന്റെ പ്രോട്ടോകോൾ 3 പ്രകാരം സാധാരണക്കാർക്ക് കഠിനമായ ജീവന് ഭീഷണിയാകുന്ന പരിക്കുകളും നിയന്ത്രണാതീതമായ തീപിടുത്തങ്ങളും ഉണ്ടാക്കാനുള്ള കഴിവ് കാരണം സാധാരണക്കാർക്ക് അടുത്തുള്ള സൈനിക ലക്ഷ്യങ്ങൾക്കോ നേരെ ജ്വലന വൈറ്റ് ഫോസ്ഫറസ് ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് നിരോധിക്കുന്നു. വൈറ്റ് ഫോസ്ഫറസ് വെടിക്കോപ്പുകളിൽ നിന്നുള്ള സമ്പർക്കം കാരണം ഗുരുതരമായ പരിക്കുകൾ സംഭവിക്കാം. ഇത് ചികിത്സിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഓക്സിജൻ ലഭിച്ചാൽ തീപിടിക്കുന്നത് കൊണ്ട് വൈറ്റ് ഫോസ്ഫറസ് അണയ്ക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവയുടെ കഷ്ണങ്ങൾ ചർമ്മത്തിലൂടെയോ ശരീര കലകളിലൂടെയോ അസ്ഥികളെയും വരെ ഇല്ലാതാക്കാൻ ശേഷിയുള്ള ഒന്നാണ്. 4. ക്ലസ്റ്റർ ബോംബുകൾ. ആധുനിക യുദ്ധമുറകളിലെ ഏറ്റവും വിവാദപരമായ ആയുധങ്ങളിൽ ഒന്നാണ് ക്ലസ്റ്റർ ബോംബുകൾ. ഒരു വലിയ മിസൈൽ വായുവിൽ വെച്ച് പൊട്ടിത്തെറിക്കുകയും അതിന് ഉള്ളിൽ നിന്ന് 100 കണക്കിന് ചെറിയ സ്ഫോടക വസ്തുക്കൾ ഒരു നിശ്ചിത പ്രദേശത്തേക്ക് ചിതറി വീഴുകയും ചെയ്യുന്ന രീതിയാണ് ഇതിന്. ഇവ വിമാനങ്ങൾ, മിസൈലുകൾ അല്ലെങ്കിൽ പീരങ്കികൾ എന്നിവ വഴി വിന്യസിക്കാൻ സാധിക്കും. എയർഫീൽഡുകൾ അല്ലെങ്കിൽ സൈനിക രൂപവൽക്കരണങ്ങൾ പോലുള്ള വലിയ പ്രദേശത്ത് വ്യാപിച്ചു കിടക്കുന്ന ലക്ഷ്യങ്ങളിൽ പരമാവധി നാശനഷ്ടം വരുത്താനാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്.
ആദ്യ ഉപയോഗത്തിൽ പൊട്ടിത്തെറിക്കാതെ പിന്നീട് പരിക്കേൽപ്പിക്കുന്നതിനും വലിയ അപകടങ്ങൾ വരുത്തുന്നതിനും ഇവയുടെ ഉപയോഗം വ്യക്തമായി നിരോധിക്കുന്നു. ലാൻഡ് മൈനുകൾ മനുഷ്യ സമ്പർക്കം വഴി സാധാരണയായി പ്രഷർ പ്ലേറ്റുകൾ അല്ലെങ്കിൽ ട്രിപ്പ് വയറുകൾ വഴി സ്ഫോടനം നടത്തുന്നതിന് രൂപകൽപ്പന ചെയ്ത സ്ഫോടനാത്മക ഉപകരണങ്ങളാണ്. ടാങ്ക് ബിരുദ മൈനുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇവ പ്രത്യേകിച്ച് ആളുകളെ ലക്ഷ്യമിടുന്നതിനാണ്. കൂടാതെ പലപ്പോഴും കൊല്ലുന്നതിനേക്കാൾ പരിക്കേൽപ്പിക്കാനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ശത്രുവിന്റെ മെഡിക്കൽ സംവിധാനങ്ങളെ തകർക്കുന്നു. ഇവ പലപ്പോഴും പ്ലാസ്റ്റിക്, മരം പോലുള്ള ലോഹരഹിത വസ്തുക്കളാണ് നിർമ്മിക്കപ്പെടുന്നത്. ഇതുമൂലം ഇവയെ കണ്ടെത്തുന്നതും നീക്കം ചെയ്യുന്നതും ബുദ്ധിമുട്ടായി മാറുന്നു. വികസിക്കുന്ന ബുള്ളറ്റുകൾ അല്ലെങ്കിൽ ഡം ബുള്ളറ്റുകൾ, സോഫ്റ്റ് പോയിന്റ് ബുള്ളറ്റുകൾ, ഡം ബുള്ളറ്റുകൾ തുടങ്ങി വ്യത്യസ്തമായ പേരിലാണ് ഇവ അറിയപ്പെടുന്നത്. 1896 ഇന്ത്യയിലെ ഡം ആർസനൽ ബ്രിട്ടീഷുകാർ ആദ്യം നിർമ്മിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലൊരു പേര് ലഭിക്കാൻ കാരണം. ലക്ഷ്യസ്ഥാനത്ത് തട്ടിയതിനു ശേഷം വ്യാസം വർദ്ധിപ്പിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ബുള്ളറ്റുകളാണ് ഇവ. കൂടുതൽ മാരകമായ പരിക്കുകൾ ഉണ്ടാക്കുന്നു. മനുഷ്യരെ ലക്ഷ്യമിട്ടുള്ള യുദ്ധത്തിൽ ഇത്തരം ബുള്ളറ്റുകളുടെ ഉപയോഗം 1899 ഹേഗ് കൺവെൻഷൻ നിരോധിച്ചു. ജൈവായുധങ്ങൾ മനുഷ്യരെ ലക്ഷ്യമിട്ട് മാരകമായ രോഗാണുക്കളെയും ബയോടോക്സിനുകളുടെയും ആയുധമായി ഉപയോഗിക്കുന്ന വെടിക്കോപ്പുകളാണ് ജൈവായുധങ്ങൾ. ഇതിൽ മാരകമായ ബാക്ടീരിയ, വൈറസുകൾ, പ്രാണികൾ, ഫംഗസ് എന്നിവ യുദ്ധത്തിന്റെ ഭാഗമായി മനുഷ്യർ, മൃഗങ്ങൾ, സസ്യങ്ങൾ എന്നിവയെ കൊല്ലുക, ഉപദ്രവിക്കുക അല്ലെങ്കിൽ പ്രവർത്തനരഹിതമാക്കുക എന്ന ഉദ്ദേശത്തോടെ ഉപയോഗിക്കുന്നതാണ് ഇവ. 183 രാജ്യങ്ങൾ ഒപ്പുവച്ചിട്ടുള്ള 1972 ബയോളജിക്കൽ വെപ്പൺസ് കൺവെൻഷൻ ജൈവ ആയുധങ്ങളുടെ വികസനം, ഉൽപാദനം, ശേഖരണം, കൈമാറ്റം, ഉപയോഗം എന്നിവ നിരോധിച്ചിട്ടുണ്ട്. കാഴ്ച നഷ്ടപ്പെടുത്തുന്ന ലേസർ ആയുധങ്ങൾ എന്നത് ശാശ്വതമായി തിരിച്ചറിയാൻ കഴിയാത്ത കാഴ്ച നഷ്ടം വരുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഡയറക്റ്റഡ് എനർജി സിസ്റ്റങ്ങളാണ്. ഈ സംവിധാനങ്ങൾ സാന്ദ്രീകൃത താപം വഴി റെറ്റിനയെ കേടുവരുത്തുന്നു. ശക്തമായ പ്രകാശത്താൽ രക്തക്കുഴലുകൾ പൊട്ടാൻ സാധ്യതയുമുണ്ട്. ഡ്രോൺ വിരുദ്ധ ആയുധങ്ങളായി അവയുടെ ഉപയോഗം കാരണം ലോകമെമ്പാടുമുള്ള സൈന്യങ്ങളിൽ ഇവ ഇപ്പോൾ പ്രചാരത്തിലുണ്ടെങ്കിലും 1995 UN പ്രോട്ടോകോൾ ഓൺ ബ്ലൈൻഡിംഗ് ലേസർ വെപ്പണിന്റെ പ്രോട്ടോകോൾ 4 പ്രകാരം ശത്രു പോരാളികൾക്ക് കാഴ്ച നഷ്ടം വരുത്തുന്നതിനായി രൂപകൽപ്പന ചെയ്ത ലേസർ ആയുധങ്ങൾ വ്യക്തമായി നിരോധിച്ചിട്ടുണ്ട്. ബൂബി ട്രാപ്പുകൾ സ്പർശനം സംഭവിച്ചാൽ സ്ഫോടനം നടത്താൻ രൂപകൽപ്പന ചെയ്ത സ്ഫോടനാത്മക ഉപകരണങ്ങളാണ്. ചില സൈനിക ഉപയോഗങ്ങൾ അനുവദനീയമാണെങ്കിലും അന്താരാഷ്ട്ര നിയമം ഇവയുടെ വിന്യാസം നിയന്ത്രിക്കുന്നു. കളിപ്പാട്ടങ്ങൾ, ഭക്ഷണം, മെഡിക്കൽ സാമഗ്രികൾ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഇനങ്ങൾ പോലുള്ള ദൈനംദിന വസ്തുക്കളായി ബൂബി ട്രാപ്പുകൾ മറച്ചു വെക്കുന്നത് നിരോധിക്കുന്നു. കാരണം അവ സാധാരണക്കാർക്ക് വലിയ അപകടം വരുത്തുന്നു. ഇവ നിരോധിക്കുന്നതിന് മുമ്പ് ഇത്തരം ആയുധങ്ങൾ ലോകമെമ്പാടും നൂറുകണക്കിന്, ആയിരക്കണക്കിന് ആളുകളെയും സൈനികരെയും സാധാരണക്കാരെയും ഒരുപോലെ കൊന്നൊടുക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ മാരകമായ പല ആയുധങ്ങളും ഉണ്ടായിരുന്നു. ഇവയിൽ പലതിന്റെയും ഉപയോഗം നിരോധിച്ചിട്ടുണ്ട് എങ്കിലും ഇപ്പോഴും അനധികൃതമായി ഉപയോഗിക്കുന്നവരും ഉണ്ട്.